2026 അമേരിക്കൻ ടാക്സ് സീസൺ പുരോഗമിക്കുമ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നികുതിദായകർക്ക് ലഭിക്കുന്ന റീഫണ്ട് തുകയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ ആദ്യവാരം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 10 കോടി കുടുംബങ്ങൾ ഇതിനോടകം തന്നെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഫെഡറൽ ഏജൻസിയായ ഇന്റേണൽ റവന്യൂ സർവീസിന്റെ അഥവാ IRSന്റെ പുതിയ കണക്കുകൾ പ്രകാരം ശരാശരി റീഫണ്ട് തുക $3,462 ആണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് $3,116 മാത്രമായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ഏകദേശം 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ $241 ബില്യൺ തുക IRS റീഫണ്ടായി നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൽകിയ $211 ബില്യൺ 14% കൂടുതലാണിത്. റിട്ടേൺ സമർപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും റീഫണ്ട് ലഭിക്കുന്നവരുടെ അനുപാതം 67% നിന്ന് 70% ഉയർന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം 2025 ജൂലൈയിൽ US കോൺഗ്രസ് പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന പുതിയ നികുതി നിയമമാണ്. ഈ നിയമം വർഷത്തിന്റെ പകുതിയോടെ നിലവിൽ വന്നതിനാൽ പല കമ്പനികളും പഴയ നിയമപ്രകാരമുള്ള ഉയർന്ന നികുതി നിരക്കിലാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിച്ചിരുന്നത്. ഇത്തരത്തിൽ അധികമായി ഈടാക്കിയ തുകയാണ് ഇപ്പോൾ റീഫണ്ടായി തൊഴിലാളികൾക്ക് തിരികെ ലഭിക്കുന്നത്. പുതിയ നിയമപ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയും വിവിധ മേഖലയിലുള്ളവർക്കായി പ്രത്യേക ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ടാക്സ് ക്രെഡിറ്റ് $2,200 ഉയർത്തിയതും ടിപ്പായി ലഭിക്കുന്ന വരുമാനം, ഓവർ ടൈം വേതനം എന്നിവയ്ക്ക് നികുതി ഇളവ് നൽകിയതും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓവർ ടൈം വേതനത്തിലുള്ള ഇളവ് മാത്രം 2.3 കോടിയിലധികം കുടുംബങ്ങൾ പ്രയോജനപ്പെടുത്തിയതായാണ് കണക്ക്. കൂടാതെ മുതിർന്ന പൗരന്മാർക്കായി പുതുതായി ഏർപ്പെടുത്തിയ $6,000 ഡിഡക്ഷനും സ്റ്റേറ്റ് ലോക്കൽ ടാക്സ് ഇളവ് പരിധി $10,000 നിന്ന് $40,000 ഉയർത്തിയതും ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ നിർമ്മിച്ച വാഹനങ്ങളുടെ ലോൺ പലിശയ്ക്കും ഇത്തവണ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശരാശരി $3,100 നിന്നിരുന്ന റീഫണ്ട് തുകയിലാണ് ഇത്തവണ പെട്ടെന്നുണ്ടായ ഈ കുതിച്ചുചാട്ടം പ്രകടമാകുന്നത്. എന്നാൽ അടുത്ത വർഷം മുതൽ റീഫണ്ട് തുകയിൽ ഇത്ര വലിയ വർധനവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കമ്പനികൾ പുതിയ കുറഞ്ഞ നികുതി നിരക്കുകൾ അനുസരിച്ച് മാത്രമേ ശമ്പളത്തിൽ നിന്ന് നികുതി കുറയ്ക്കുകയുള്ളൂ എന്നാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ വർഷാവസാനം റീഫണ്ടായി വലിയ തുക ലഭിക്കുന്നതിന് പകരം ഓരോ മാസവും കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ വർധനവ് അനുഭവപ്പെടുകയാണ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ നികുതി നിയമത്തിലെ പരിഷ്കാരങ്ങൾ അമേരിക്കൻ നികുതിദായകർക്ക് വലിയ ഗുണം നൽകുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ റീഫണ്ടിലെ റെക്കോർഡ് വർധനവ് നിയമം മാറിയ കാലയളവിലെ സാങ്കേതികമായ പ്രത്യേകതകൾ കൊണ്ടുണ്ടായ ഒന്നാണെന്നാണ് ഇത് സംബന്ധിച്ച അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്.